എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 36-ാം ദശകത്തിലെ അവസാനത്തെ, അതായത് 11-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ധ്യാതേഷ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുൽസാര്യോ ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നസ്യ അസ്ത്രാണി, ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച്, മഹേന്ദ്രഭൂഭൃതി, മഹേന്ദ്രപർവ്വതത്തിൽ, തപ തന്വൻ, തപസ്സനുഷ്ഠിക്കുന്നവനായിട്ട്, പുന പിന്നീട്, മജ്ജിതാം മുക്കപ്പെട്ടതായ, ഗോകർണാവധി ഗോകർണം വരെ, സാഗരേണ സമുദ്രത്താൽ, ധരണീം ഭൂമിയെ, ദൃഷ്ട്വാ കണ്ടിട്ട്, അർത്തിതതാപസൈ താപസന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട്, ധ്യാതേഷ്വാസധൃതാനലാസ്ത്രചകിതം ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ തൊടുത്ത ആഗ്നേയാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട, സിന്ധും സമുദ്രത്തെ, സ്രുവക്ഷേപണാത് ഉത്സാര്യ സ്രുവം എറിഞ്ഞ് മാറ്റി നിർത്തിയിട്ട്, ഉദ്ധൃത കേരള കേരളത്തെ ഉദ്ധരിച്ചു. ഭൃഗുപതേ വാദേശ ഭൃഗുകുലനാഥനായ പരശുരാമനായ ശ്രീ ഗുരുവായൂരപ്പ, സംരക്ഷമാം എന്നെ സംരക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അനന്തരം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രഗിരിയിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ഗോകർണം വരെ സമുദ്രം വീണ്ടും മുക്കിയ ഭൂമിയെ കാണുകയും മഹർഷിമാരുടെ പ്രാർത്ഥനയനുസരിച്ച് അങ്ങ് സ്മരിച്ചു വരുത്തിയ ആഗ്നേയാസ്ത്രത്താൽ ചകിതമാക്കപ്പെട്ട സമുദ്രത്തെ സ്രുവമുപയോഗിച്ച് മാറ്റി നിർത്തി കേരളത്തെ ഉദ്ധരിച്ചു. ഭൃഗുകുലനാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സംരക്ഷിക്കണമേ. ഇതോടെ 36-ാം ദശകം സമാപിച്ചു. ഹരേ കൃഷ്ണ.